മാധ്യമങ്ങളോട് ശക്തമായ ഒരു പ്രതിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട് ഇന്ത്യ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ചെറുപ്പക്കാർ മാറി ചിന്തിക്കും, ചെറുപ്പക്കാരിലാണ് പ്രതീക്ഷ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇടത് വലത് മുന്നണികൾ ഇതുവരെ ഉയർത്തിയ പൊള്ളയായ വാക്കുകളല്ല ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് 2 മണിക്കൂറും പിന്നിട്ട് 3 മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. 2 മണിക്കൂർ പിന്നിടുമ്പോൾ 14% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അരുൺ ആലത്തൂർ കൂടിയുണ്ട്. അരുൺ, വലിയ ആത്മവിശ്വാസം BJP സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നുണ്ട്. ഇടത് വലത് മുന്നണികൾ അവർ അവകാശവാദവുമായി മുന്നോട്ട് പോകുന്നു. ഈ 2 മണിക്കൂർ വോട്ടിംഗ് പിന്നിടുമ്പോൾ എങ്ങനെയുണ്ട് പോളിംഗ്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പോളിംഗിൽ ഒരു കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ബൂത്തുകളിലൊക്കെ തിരക്ക് നന്നേ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനദേവൻ സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. അവിടെ ആളുകളുടെ എണ്ണമൊക്കെ ഓരോ ബൂത്തുകളും എടുത്തു നോക്കുമ്പോൾ അവിടെയൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാവിലെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു, നല്ല നീണ്ട നിരകളാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ നീണ്ട നിരയൊന്നും എവിടെയും കാണുന്നില്ല. ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ നഗരസഭയുടെ പരിധിയിലുള്ള പ്രദേശത്താണ്. ഈ പ്രദേശങ്ങളിലൊന്നും വലിയ ഒരു നീണ്ട നിരയൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. അത് ഇടവിട്ട് മഴ വരുന്നുണ്ട്. മഴ പെയ്യുന്നത് കൊണ്ടാണോ അതല്ലെങ്കിൽ ആളുകൾക്ക് പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണെന്നുള്ള ചിന്ത കൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് ഏതായാലും ആദ്യ മണിക്കൂറുകൾ, അതായത് ആദ്യത്തെ 1 മണിക്കൂർ നല്ല രീതിയിലുള്ള തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടിരുന്നു. 2 മണിക്കൂറും പിന്നിട്ട് ഇപ്പോൾ പോളിംഗ് ആരംഭിച്ച് 3 മണിക്കൂറായി. ഈ 3 മണിക്കൂർ കഴിയുമ്പോഴും തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വോട്ടർമാരിങ്ങനെ പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി, വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ താരതമ്യേന ഇപ്പോൾ തിരക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ രാഖി പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ 3 പേരും വോട്ട് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം ഇടത് സ്ഥാനാർത്ഥിയായ M സ്വരാജാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ ആര്യാടൻ ഷൗക്കത്തും വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. കുറച്ച് മുൻപ്, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജും വോട്ട് രേഖപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനോടകം തന്നെ. മാത്രമല്ല ഓരോ പോളിംഗ് ബൂത്തുകളിലും കയറി ഇറങ്ങി വോട്ടർമാരെയൊക്കെ ഈ സ്ഥാനാർത്ഥികൾ സന്ദർശിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും പങ്കുവച്ചത്. M സ്വരാജിന്റെ ഭാഗത്തു നിന്ന് M സ്വരാജ് പ്രധാനമായിട്ടും പറഞ്ഞത് ഒരു അനുകൂല തരംഗം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്, മികച്ച രീതിയിൽ പ്രതികരണം ആളുകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നതായിരുന്നു സ്വരാജ് പറഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തും സമാന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാത്രമല്ല അത്യാവശ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല പ്രതികരണം തന്നെ ലഭിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. ഒപ്പം ഇപ്പോഴേതായാലും ഏറ്റവും ഒടുവിൽ പ്രതികരിച്ച NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അദ്ദേഹവും പറയുന്നത് സമാന രീതിയിൽ തന്നെയാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണം ലഭിക്കുന്നുണ്ട്. നിരവധി ജനകീയ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ NDA ചർച്ച ചെയ്തിരിക്കുന്നത്. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ NDA കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള വോട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പങ്കുവച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, നരേന്ദ്രമോദിയുടെ ഭരണ മികവ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ഡലത്തിലെ യുവാക്കളിൽ നിന്നുൾപ്പെടെ അത്തരത്തിലൊരു അനുകൂലമായിട്ടുള്ള NDAക്ക് അനുകൂലമായിട്ടുള്ള BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹവും പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും വലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലും ഒക്കെ തന്നെയാണ്. ഒപ്പം സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിന് വോട്ടില്ല എങ്കിലും മണ്ഡലത്തിലെ ബൂത്തുകളിലും മറ്റുമൊക്കെ അൻവർ നേരിട്ടെത്തി വോട്ടർമാരെ കാണുന്നും ഉണ്ട്. അൻവറും വലിയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഏകദേശം 75,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളതാണ് അൻവറും ഇതിനോടകം തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ ചതുഷ്കോണ മത്സരം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ ചതുഷ്കോണ മത്സരത്തിൽ നിലമ്പൂരിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ നിമിഷവും നോക്കിക്കാണാനുള്ളത്. ഈ
വോട്ടെടുപ്പ് തുടങ്ങി 3 മണിക്കൂർ പിന്നിടുന്ന സമയത്ത് ഈ വോട്ടർമാരിൽ ആദ്യഘട്ടത്തിലുണ്ടായ തിരക്ക് പലയിടത്തും കാണുന്നില്ല എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തിരക്ക് കുറഞ്ഞിരിക്കുന്നത്? മഴ പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ടാണോ? ആളുകൾ ഇപ്പോൾ മഴയൊന്ന് തോർന്നിട്ട് അല്ലെങ്കിൽ മഴയൊന്ന് കുറയുന്ന സാഹചര്യത്തിൽ വരാം എന്ന് കണക്കുകൂട്ടിയിരിക്കുകയാണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ തുടരെ ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പുകളും അവർ ജയിപ്പിച്ചു വിടുന്ന ആളുകൾ പിന്നീട് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അങ്ങനെ വീണ്ടും അവിടെ ഉപതെരഞ്ഞെടുപ്പ് സംജാതമാകുന്നു. ആ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള വിമുഖത കാരണമാണോ പോളിംഗ് ബൂത്തുകളിലേക്ക് അവർ എത്താത്തത് എന്നുള്ള കാര്യത്തിൽ ഏതായാലും സംശയമുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ കൂടെ എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത് ആശ്രയിച്ചായിരിക്കും ആളുകൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഏതായാലും ഈ മണ്ഡലത്തിലെ മുൻപത്തൊക്കെ നമുക്ക് പോളിംഗ് ശതമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്ന ഒരു ജനതയാണ് നിലമ്പൂരിലേത് എന്നുള്ളതാണ്. കാരണം മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 70% മുകളിൽ, അതായത് 2021 78% ഇവിടുത്തെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ 76% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കേവലം 2% മാത്രമേ കുറവ് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ അത് എത്ര ശതമാനമായിരിക്കും? 70% അല്ലെങ്കിൽ അതിന് മുകളിൽ കയറുമോ, അതല്ലെങ്കിൽ 70% താഴേക്ക് കുത്തുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. ഏതായാലും മഴ ഇങ്ങനെ ഇടവിട്ട് ഇപ്പോഴും പെയ്യുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. പോളിംഗ് ഏതായാലും പുരോഗമിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളും ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസമാണ് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അരുൺ, 3 ആഴ്ച നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനിടെ നിലമ്പൂരിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നിരുന്നു, വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കേരള രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. ആ ഒരു വിഷയങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും കൂടി നമുക്ക് ഒന്ന് പോകാം. തീർച്ചയായിട്ടും രാഖി, നിരവധി വിഷയങ്ങൾ തന്നെയാണ് ഈ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുള്ളത് എന്നുള്ളതാണ്. ക്ഷമിക്കണം. പ്രധാനമായിട്ടും നമുക്കറിയാം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന സാഹചര്യം എന്നുള്ളത്, അതായത് PV അൻവർ എന്ന നിലമ്പൂർകാർ ജയിപ്പിച്ചു വിട്ടിട്ടുള്ള 9 വർഷക്കാലം നിലമ്പൂരിൻ്റെ MLA ആയിരുന്ന അൻവർ ഇടതുപക്ഷവുമായിട്ട് പെട്ടെന്ന് തെറ്റുന്നു, പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. പിണറായി വിജയനെതിരെയൊക്കെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അൻവറിൻ്റെ രാജിവെക്കുന്നത്. അൻവർ രാജിവെച്ചതിന് ശേഷം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി തീയതി പ്രഖ്യാപിക്കുന്നു. അൻവർ ആണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഓരോ ദിവസവും ഓരോന്ന് പറയുന്നു, പിന്നീട് മാറ്റിപ്പറയുന്നു. സർക്കാർ ബസ് അൻവർ എന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പോയെങ്കിലും പലപ്പോഴും അൻവറിനൊരു നിലപാടില്ലായ്മ ജനങ്ങൾക്കത് കൃത്യമായിട്ട് തന്നെ ബോധ്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല പിന്നീട് അൻവർ ഒരു സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ പോയി MK സ്റ്റാലിനുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി. പിന്നീട് DMK എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ രൂപീകരിക്കുകയുണ്ടായി. പക്ഷേ ആ DMK പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയൊക്കെ അൻവർ നിർത്തിയെങ്കിലും അത് അമ്പേ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നീട് ആ DMKയുടെയൊക്കെ പേര് മാറ്റി, അല്ലെങ്കിൽ ആ DMKയെ കൊണ്ടുപോയി തൃണമൂൽ കോൺഗ്രസിൽ കൊണ്ടുപോയി അൻവർ കെട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ പിന്നീട് ബംഗാൾ ഘടകമായ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്നാലെയായി അൻവർ, അങ്ങനെ അൻവറിൻ്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ്സായി മാറുന്ന കാഴ്ച കണ്ടു. ഏതായാലും ആ തൃണമൂൽ കോൺഗ്രസ് ആയതിനു ശേഷം അൻവർ പിന്നീട് UDF പാളയത്തിലേക്ക് ചേക്കേറുമോ എന്നുള്ളതായിരുന്നു വലിയ ചോദ്യചിഹ്നമായിട്ട് നിഴലിച്ചിരുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടതാണ് പെട്ടെന്ന് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി വരുന്നു. ഉടൻ തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അൻവർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, പരസ്യമായിട്ട് UDFുമായിട്ട് കൊമ്പ് കോർക്കുന്ന സ്ഥിതി ഉണ്ടായി. പ്രതിപക്ഷ നേതാവായ VD സതീശനോട് ഉൾപ്പെടെ വലിയ വിയോജിപ്പ് ഈ വിഷയത്തിൽ അറിയിക്കുകയായിരുന്നു അൻവർ ചെയ്തത്. ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ യാതൊരു തരത്തിലും വിജയിക്കാൻ സാധ്യതയില്ല, താൻ കച്ചകെട്ടി ഇറങ്ങിയാലും ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ കഴിയില്ല, അതാണ് അവിടുത്തെ സ്ഥിതി എന്നൊക്കെയായിരുന്നു അൻവർ ആ വിഷയത്തിൽ പറഞ്ഞു വെച്ചത്. അതിനിടയ്ക്ക് ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ ഇടതുപക്ഷം M സ്വരാജിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതിനിടെ അൻവർ പലതരത്തിൽ UDF പാളയത്തിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ വീണ്ടും പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. അതിന് പിന്നാലെയാണ് നമ്മൾ കണ്ടത് NDA സ്ഥാനാർത്ഥി ആരാവും എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് NDAയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഇതൊരു വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ ജനങ്ങളോട് പറയുകയുണ്ടായി എന്നുള്ളതാണ്. കാരണം ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ്, ജനങ്ങളെ
ജനങ്ങളെ വലിയ രീതിയിൽ വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത് അയച്ചു വിട്ടു കഴിഞ്ഞാൽ വീണ്ടും രാജിവെച്ച് ആ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ആയാലും നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും ഒക്കെ ഈ ജനപ്രതിനിധികൾ ചെയ്യുന്നത് അത്തരത്തിലൊരു തെമ്മാടിത്തരമാണ് എന്ന തരത്തിലായിരുന്നു NDA ഈ വിഷയത്തെ നോക്കിക്കണ്ടിരുന്നത്. ഏതായാലും ശക്തമായ ജനാധിപത്യ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അത് ആകാംക്ഷകൾക്കൊക്കെ ഒടുവിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയായിരുന്നു NDA പ്രഖ്യാപിച്ചത്. അത് മലയോര മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ NDA സ്ഥാനാർത്ഥിയാക്കിയത് വലിയ രാഷ്ട്രീയമായിട്ട് തന്നെ കേരളത്തിൽ തന്നെ ഒരു സന്ദേശം നൽകുന്നതായി അത് മാറി എന്നുള്ളതാണ്. കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ വന്യജീവി വിഷയങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. മലയോര ജനത വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം NDA പ്രഖ്യാപിക്കുന്നത്. അതേതായാലും NDA കേരള സമൂഹത്തിന് തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുകയായിരുന്നു, ഇടത് വലത് മുന്നണികൾ കാലങ്ങളായി തമസ്കരിക്കുന്ന ആ മലയോര ജനതയുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് NDAക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മാത്രമല്ല അവരെ പരിഗണിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ മുന്നണി അത് NDA ആണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടെ NDA പറഞ്ഞു വെക്കുകയായിരുന്നു. ഏതായാലും അതിനുശേഷമാണ് പിന്നീട് PV അൻവർ പെട്ടെന്ന് കളം മാറ്റുന്നു, സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ആദ്യം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകിയത്. പക്ഷേ ആ നാമനിർദ്ദേശ പത്രിക പിന്നീട് തള്ളിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. രണ്ടാമത്തെ സെറ്റിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള മത്സരത്തിൽ കത്രിക ചിഹ്നമാണ് അൻവറിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കത്രിക ചിഹ്നത്തിൽ അൻവർ മത്സര രംഗത്തേക്ക് എത്തിയതോടുകൂടെ ശക്തമായ ചതുഷ്കോണ മത്സരത്തിനാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ കളമൊരുങ്ങിയത്. തുടർന്ന് കഴിഞ്ഞ 3 ആഴ്ചക്കാലം വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു നടന്നത്. ആ വാദപ്രതിവാദങ്ങളും പ്രചാരണങ്ങളും ഒക്കെ കൊടുമ്പിരി കൊണ്ടപ്പോൾ പ്രധാനമായിട്ടും NDA മണ്ഡലത്തിൽ ഉന്നയിച്ചത് മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ ബൈപ്പാസ് 30 കൊല്ലമായി ഇടത് വലത് മുന്നണികൾ ഒരു ജനതയെ വലിയ രീതിയിൽ തമസ്കരിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ ഇപ്പോഴും ഗതാഗത കുരുക്കിന്, ഇപ്പോഴും നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണം ആ ഒരു നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാവാത്തതാണെന്ന് കൃത്യമായിട്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞു വെക്കുകയായിരുന്നു NDA ചെയ്തത്. ഒപ്പം തന്നെ മലയോര ജനതകൾ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരിതം, കാട്ടുപന്നിയും പുലിയും കരടിയും ഒപ്പം കാട്ടാനയും ഒക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങളുടെ സ്വൈര ജീവിതം നശിപ്പിക്കുന്ന ഒരു സ്ഥിതി മണ്ഡലത്തിൽ വലിയ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെച്ചു. മാത്രമല്ല വനവാസി ജനങ്ങൾ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരിതം ഇന്നും അവർക്ക് കക്കൂസോ നല്ലൊരു വീടോ ഒന്നുമില്ലാതെ ടാർപോളിൻ കൊണ്ട് മറച്ച കൂരകളിൽ കഴിയുന്നു. വനവാസി ഊരുകളിലേക്ക് ഒരു പാലമില്ലാതെ ചങ്ങാടത്തിൽ ഉൾപ്പെടെ അവർ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതി ഇന്നും ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ NDA കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. അതിനിടയ്ക്കായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അനന്തു എന്ന 15-കാരൻ കാട്ടുപന്നിക്ക് വെച്ച ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്, ആ ഷോക്കിൽ കുടുങ്ങി മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതും ഈ മലയോര ജനതയുടെ ദുരിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് അനന്തു എന്ന 15-കാരന്റെ മരണം മാറി എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളാണ് NDA പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, നരേന്ദ്രമോദി സർക്കാർ ഈ മണ്ഡലത്തിന് നൽകിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, അത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചതാണെങ്കിലും അതല്ലെങ്കിൽ നിലമ്പൂർ തേക്കുകൾക്ക് ജിയോ ടാഗ് നൽകിയതാണെങ്കിലും മണ്ഡലത്തിൽ കിസാൻ സമ്മാൻ നിധി പോലുള്ള, അതല്ലെങ്കിൽ ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ പോലുള്ള, അതല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള പദ്ധതികളൊക്കെ എത്രത്തോളം നൽകിയിട്ടുണ്ട്, എത്രത്തോളം ഗുണഭോക്താക്കൾക്ക് അത് ലഭിച്ചിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് തേടുകയായിരുന്നു NDA ചെയ്തത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് എന്നുള്ളതാണ്. അതേസമയം തന്നെ മറുവശത്ത് ഇടത് വലത് മുന്നണികൾ വിവാദങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ആദ്യം മലപ്പുറം ജില്ലയുടെ പേരിലായിരുന്നു ആദ്യ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. UDF ക്യാമ്പുകളായിരുന്നു അത്തരത്തിലൊരു വിവാദം ഉന്നയിച്ചത്. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപഹസിച്ചു, മലപ്പുറം ജില്ലയിലുള്ള ആളുകളെല്ലാം മോശക്കാരാണെന്ന് ചിത്രീകരിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു എന്നൊക്കെയായിരുന്നു UDF ക്യാമ്പുകൾ ഉയർത്തിവിട്ട ഒരു വിവാദം. അതിന് മറുപടിയായിട്ട് മറുവശത്ത് ഇടതുപക്ഷം പറഞ്ഞത് മലപ്പുറത്തെ തങ്ങളാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് തന്നെ കാരണക്കാർ. മാത്രമല്ല തങ്ങൾ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ അതിനെതിരെ മാർച്ചും മറ്റുമൊക്കെ നടത്തിയ ആളുകളാണ് UDF എന്നൊക്കെ പറഞ്ഞ് അതിനെ വീണ്ടും തിരിച്ചടിക്കുകയായിരുന്നു ഇടതുപക്ഷം അവിടെ ചെയ്തത്. ആ ഒരു വിവാദം കെട്ടടങ്ങുന്നതിന് തൊട്ടും പിന്നാലെ തന്നെ ഈ UDF ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടനയുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു. ഒപ്പം തന്നെ ഇപ്പുറത്ത് ഇടതുപക്ഷം PDP എന്ന ഭീകര സംഘടനയ്ക്ക് ഒപ്പം കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുന്നു. പിന്നാലെ ഇടത് നേതാക്കൾ നിരന്തരം PDPയെ പീഡിതരുടെ പാർട്ടി, പീഡിത വിഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച കണ്ടു. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ
നിരന്തരം രംഗത്ത് വരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. നിലമ്പൂർകാർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലമ്പൂരിലെ ജനങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കാത്ത വിഷയമാണെങ്കിലും കേരള സമൂഹത്തിൽ അത് കൃത്യമായിട്ട് തന്നെ ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിലുള്ള ഭീകര സഖ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് പോരാട്ട രംഗത്ത് ഇറങ്ങുന്നത് എന്നുള്ളത് അവരുടെ കാപട്യം കേരള പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് കൂടെയായി ആ വിഷയം മാറി എന്നുള്ളതാണ്. അതിന് പിന്നാലെയായിരുന്നു UDF നേതാക്കളുടെ ഈ പെട്ടി, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിക്കുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പെട്ടി പരിശോധിച്ചു എന്ന് പറഞ്ഞ് അതിനെ വിവാദമാക്കാനുള്ള ഒരു ശ്രമം UDF ക്യാമ്പുകളിൽ നിന്ന് വലിയ രീതിയിൽ നടത്തി. പക്ഷെ അത് അപ്പോൾ തന്നെ പാളിപ്പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം സ്വാഭാവികമായിട്ടും മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ 2 മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ പോളിംഗ് മന്ദഗതിയിലേക്ക് പോകുന്നു എന്നാണ്